വെനീസിൻ്റെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും അവിടെയും ഒരുപാട് കാഴ്ചകൾ കാത്തിരിപ്പുണ്ട്. പിസ ടവർ, അതിനോടനുബന്ധിച്ച കാഴ്ചകൾ, അങ്ങനെ ഒരുപാട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വെനീസിലെ കാഴ്ചകളോട് തൽക്കാലം വിട പറയുന്നു. ഇനി ഒരിക്കൽ കാണും വരെ വെനീസേ ബൈ. ഇപ്പോൾ നമ്മളുള്ളത് ഫ്ലോറൻസിലാണ്. ഫ്ലോറൻസിൽ നിന്നും പിസയിലേക്ക് പോവുകയാണ് പരിപാടി. പിസയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ദി ലീനിങ് ടവർ ഓഫ് പിസ കാണാൻ തന്നെയാണ്. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് നമുക്ക് ജേർണി തുടങ്ങാം. ഇതാണ് ഫ്ലോറൻസ് റെയിൽവേ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ്, എന്നിരുന്നാൽ തന്നെയും തിരക്കിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പിസയിലേക്കുള്ള ട്രെയിൻ ഏത് ടൈം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. നമുക്ക് ട്രെയിനിലേക്ക് പ്രവേശിക്കാം. സെക്കൻഡ് ക്ലാസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ട്രെയിൻ ഇറ്റാലിയയുടെ സെക്കൻഡ് ക്ലാസ്സിലാണ്. ഫ്ലോറൻസിൽ നിന്ന് പിസയിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ്. വിശാലമായ പാടങ്ങൾ, പഴയ രീതിയിലുള്ള വീടുകൾ, മനോഹരമായ കാഴ്ചകൾ. ഇതൊക്കെയാണ് സെൻട്രൽ ഏരിയയിലെ കാഴ്ചകൾ. ടസ്കനി എന്ന റീജിയൻ ആണ് പിസയും ഫ്ലോറൻസും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിസ വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതിന് പകരം സെൻട്രൽ സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ പിസ റൊസാറോ എന്ന് പറയുന്ന സ്റ്റേഷൻ, അവിടെ ഇറങ്ങുക. അവിടെ നിന്നാവുമ്പോൾ വെറും 10 മിനിറ്റിനുള്ളിൽ നടന്ന് പിസയുടെ കാഴ്ചകളിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നും ട്രെയിൻ അധികം താമസിയാതെ വിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ പിസ റൊസാറെ സ്റ്റേഷനിലെത്തും. അപ്പോൾ അവിടെ നിന്ന് നടന്ന് പിസയിലേക്ക് പോകും. ഇവിടെ നമുക്ക് റിവർ ആർനോ കാണാൻ സാധിക്കും. ഈ റിവർ ആർനോ ഫ്ലോറൻസിൽ നിന്ന് പിസയിലേക്ക് കണക്ട് ചെയ്യുന്ന റിവറാണ്. ഇപ്പോൾ ഈ ടസ്കനി ഭാഗങ്ങളൊക്കെയും ഫലഭൂയിഷ്ടമാക്കുന്നതിൽ റിവർ ആർനോ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അങ്ങനെ പിസ റൊസാരെ സ്റ്റേഷനിലേക്ക് നമ്മൾ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിസ എസ് റോസോറെ സ്റ്റേഷനിൽ വന്നിറങ്ങി പിസ ടവറിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഈ സ്റ്റേഷനിൽ വെറും 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കും. പിസ ഒരു ചെറിയ പട്ടണമാണ്. ലീനിങ് ടവർ ഓഫ് പിസയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ടൂറിസ്റ്റിക് അട്രാക്ഷൻസും ഒക്കെയാണ് പിസയെ പ്രസിദ്ധമാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ, പിസ ടവറും പിന്നെ സാന്റാ മറിയ കത്തീഡ്രലും പിന്നെ സെമിറ്ററിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സ്ക്വയറാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് നടന്നു ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ വിശദമായി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് യുനെസ്കോയുടെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെയുള്ള ഈ സൈറ്റുകളൊക്കെ. അതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസ പ്രദേശം ഒരു മാഷ് ലാൻഡ് ആയിരുന്നു, ഒരു വെറ്റ് ലാൻഡ് ആയിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പിസ ടവർ
താണു പോകാനായിട്ട് അല്ലെങ്കിൽ ചരിഞ്ഞു പോകാനായിട്ടൊരു കാരണമായതും. അപ്പോൾ ഈ കോമ്പൗണ്ടിന് പറയുന്നത് സ്ക്വയർ ഓഫ് മിറാക്കിൾസ് എന്നുള്ള ഒരു വിളിപ്പേരും കൂടെയുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് കാര്യങ്ങളെന്നൊക്കെയുള്ളത് നമുക്ക് കാണാം. ഈ പ്രദേശത്തേക്കുള്ള കവാടം നമുക്ക് അവിടെ കാണാം. ഇതുവഴി നമുക്ക് നടന്ന് അവിടേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയ കോട്ട മതിൽ കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസ ടവറും കത്തീഡ്രലും എല്ലാം ഈ കോട്ട മതിലിൻ്റെ ഉള്ളിലാണ്. ഇവിടൊക്കെയായി ടൂറിസ്റ്റുകളെ ലാക്കാക്കി ഒരുപാട് ചെറിയ കടകൾ കാണാം. ഇതാണ് ഈ കോട്ടയുടെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നമ്മൾ നടന്ന് എത്തുമ്പോൾ ആദ്യമായി കാണുന്നത് ബാപ്റ്റിസ്ട്രിയാണ്. ഇത് ക്രിസ്തീയ ആചാരപ്രകാരം സ്നാനം കഴിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ബാപ്റ്റിസ്ട്രി. അതിനുശേഷം അവിടെയായി കാണുന്നതാണ് സാന്റാ മറിയ കത്തീഡ്രൽ. ആ കത്തീഡ്രലിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് ലീനിങ് ടവർ ഓഫ് പീസ കാണാം. അപ്പോൾ ലീനിങ് ടവർ ഓഫ് പീസ യഥാർത്ഥത്തിൽ 1100കളിൽ നിർമ്മിച്ചതാണ്. അത് ഈ കത്തീഡ്രലിൻ്റെ ഒരു മണിഗോപുരം മാത്രമായിരുന്നു, ഒരു ബെൽ ടവർ ആയിരുന്നു ആക്ച്വലി. മൂന്നോ നാലോ തവണ വലിയ രീതിയിലുള്ള എർത്ത്ക്വേക്ക് ഒക്കെ സംഭവിച്ചു എങ്കിലും ഈ ബെൽ ടവർ അത് പിന്നെ ഒരു കേടുപാടും പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കുന്ന ഭാഗം ഈ മണ്ണ് ശരിക്കും അതിൻ്റെ ഫൗണ്ടേഷൻ ഉള്ളത് ഒരു വെറ്റ് ലാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് താഴേക്ക് ഇരുത്തുകയല്ലാതെ മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ബാപ്റ്റിസ്ട്രി കാണാം. മനോഹരമാണ്, വലിയൊരു മന്ദിരമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണം. സാന്റാ മരിയ ചർച്ചിലേക്ക് പോകണം. പിന്നെ തീർച്ചയായും നമുക്ക് പീസ ടവറിൽ കയറണം. നമുക്ക് ആദ്യം തന്നെ നടന്നു ചെന്നിട്ട് ഈ പീസ ടവറിൻ്റെ ഭാഗത്തേക്ക് ചെന്ന് അവിടെ എങ്ങനെയാണ്, അവിടുത്തെ തിരക്ക് എങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് ഓൾറെഡി. എന്നിരുന്നാൽ തന്നെ അവിടുത്തെ തിരക്ക്, പിന്നെ എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ ഒന്ന് നോക്കാം. കാരണം പീസ ടവറിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ അവർ സന്ദർശനത്തിന് അനുവദിക്കുകയുള്ളൂ. 3:30 നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം. പക്ഷേ നേരത്തെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചില്ല എങ്കിൽ, കാരണം ബാഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ അലൗ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാഗ് ഡെപ്പോസിറ്റിനുള്ള സ്ഥലം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസ ടവർ കാണാനുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ടങ്ങ് നടക്കും. അതുകൊണ്ട് ആദ്യമേ അവിടെ പോയി അവിടുത്തെ ക്യൂവും അവിടുത്തെ തിരക്കുമൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്ന കുറേ പേരെ കാണാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചരിഞ്ഞാണ് പീസ ടവർ നിൽക്കുന്നത്. പീസ ടവറിൽ ഏകദേശം 251 251 സ്റ്റെപ്സാണ് ഇവിടെ നിന്ന് ഈ ടവറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോകാനുള്ളത്. ഇതിനെല്ലാമായി അരമണിക്കൂർ മാത്രമാണ് നമുക്ക് സമയം കിട്ടുക. ചെറിയ ബാഗുകൾ പോലും അലൗഡ് അല്ല. നമുക്ക് ഇവിടെ ബാഗ് ഡെപ്പോസിറ്റിനായിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ബാഗ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പീസ ടവറിലേക്ക് പ്രവേശിക്കാൻ. ഇവിടെ മനോഹരമായ ഒരു സ്കൾപ്ചർ കാണാം. ചിറകറ്റ് വീണ ഒരു മാലാഖയുടെ ഒരു സ്കൾപ്ചർ കാണാം. ഇതാണ് ക്യാമ്പോ സാന്റോ. ക്യാമ്പോ സാന്റോ ഒരു പഴയ നിർമ്മിതിയാണ്.
സെമിത്തേരിയായും മറ്റുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കാം. ഇവിടെ ക്ലോക്ക് റൂം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് റൂമിൽ പോയി നമുക്ക് ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സാന്റാ മറിയ കത്തീഡ്രലിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. സാന്റാ മറിയ ചർച്ചിൻ്റെ ഈ ഭാഗത്തുള്ള എൻട്രൻസിൽ കൂടെ വേണം വിസിറ്റേഴ്സിന് അകത്ത് കിടക്കാൻ. നമുക്ക് വിസിറ്റർ എൻട്രൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ മുൻഭാഗത്ത് കാണുന്നതാണ് ബാപ്റ്റിസ്ട്രി. നമ്മൾ ആദ്യം ചർച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് പ്ലാനിങ്. ഈ ഭാഗത്തായിട്ടാണ് ചർച്ചിൻ്റെ മുൻഭാഗം. ഇവിടെ വലിയൊരു വാതിൽ കാണാം. അതിമനോഹരമായ കൊത്തുപണികളാണ് ഇതിലുടനീളം. ഇതിലൊക്കെ ബൈബിളിലെ പല കഥകളും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു ക്യൂ ഉണ്ട്. ഓക്കെ, സാന്റാ മറിയ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യമേ നമ്മൾ കാണുന്നത് അതിൻ്റെ മനോഹരമായ റൂഫ് വർക്കാണ്. ഇവിടെയും ഗോൾഡ് പ്ലേറ്റഡ് ആണ് അല്ലേ. അതിമനോഹരമായ ആ റൂഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മദ്ബഹായുടെ ഭാഗങ്ങൾ കാണാം, ആൾത്താരയുടെ ഭാഗങ്ങൾ. ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഒക്കെ നറേറ്റ് ചെയ്യുന്ന പെയിൻറ്റിങ്ങുകൾ. അതിമനോഹരമായ സ്കൾപ്ചേഴ്സ്. അതിവിശാലമായ വലുപ്പമുള്ള വലിയ പെയിൻറ്റിങ്ങുകളാണ്. എണ്ണഛായാ ചിത്രങ്ങൾ, ഓയിൽ പെയിൻറ്റിങ്ങുകളാണ്. ഇവിടെയൊക്കെ പോപ്പുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല സംഭവങ്ങളുടെ പെയിൻറ്റിങ്ങുകൾ കാണാം. ഇതൊരു ഖബറിടമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് ചെല്ലുന്നത് അൾത്താരയുടെ ഭാഗത്തേക്കാണ്. ഇതും ഒരു ഖബറിടമാണ്. അതിമനോഹരമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയും വലിയൊരു പെയിൻറ്റിങ് കാണാം. ഇവിടെ മനോഹരമായ അൾത്താര കാണാം. അൾത്താരയുടെ മുകളിലൊക്കെയായി വലിയ കാർവിങ് വർക്കുകൾ, സ്കൾപ്ചേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സാന്റാ മറിയ കത്തീഡ്രലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. സാന്റാ മറിയ ചർച്ചിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഇവിടെയുള്ള ഈ പൾപിറ്റ്. ഈ മനോഹരമായ രൂപക്കൂട് പൾപിറ്റ്, ഇതിൽ നിന്നാണ് പ്രീച്ചേഴ്സൊക്കെ പ്രസംഗിക്കുക.
ഇത് ഡിസൈൻ ചെയ്തത് വളരെ പ്രസിദ്ധനായ ജിയോവാനി പിസാനോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഡിസൈനറായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചർച്ചിൻ്റെ അൾത്താര വളരെ വ്യക്തമായി കാണാം. വളരെ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളൊക്കെയാണ്. 100 കണക്കിന് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇതിൻ്റെയൊക്കെ നിറങ്ങളുടെ ആ ഒരു ഭംഗി അത് ഒളിമങ്ങാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പെയിൻറ്റിങ്ങുകളുടെയൊക്കെ അന്നത് ചെയ്യുമ്പോൾ അതിൽ പുലർത്തിയ കൃത്യതയും അതിലെ മികവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഉണ്ടല്ലേ? ഇത് വളരെ പ്രസിദ്ധനായ ഗുസപ്പയുടെ പെയിൻറ്റിംഗ് ആണ്. സാന്റാ മറിയ കത്തീഡ്രൽ ഒരുപാട് കാഴ്ചകളാണ്, പെയിൻറ്റിങ്ങുകളും ആർട്ട് വർക്കുകളും ഒക്കെ ആയിട്ട്. ഇവിടെ ആ ഡോമിനുള്ളിലായിട്ട് മനോഹരമായ ഒരു പെയിൻറ്റിംഗ് കാണാം. ക്രൈസ്റ്റ് എൻത്രോൺഡ് വിത്ത് വെർജിൻ ആൻഡ് ജോൺ. അപ്പോൾ ഇത് ജിംബാബ്വെ എന്ന പ്രശസ്തനായ പെയിൻറ്റർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പെയിൻറ്റിംഗ് ആണ്. ആ നിലയ്ക്കാണ് ഇതിൻ്റെ പ്രാധാന്യം. ജിംബാബ്വെയുടെ പെയിൻറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പെയിൻറ്റിംഗ്. ആ നിലയ്ക്ക് വളരെ പ്രശസ്തമാണിത്. അപ്പം അതുകൊണ്ടാണ് ആ പെയിൻറ്റിംഗ് ആണ് ഈ ദേവാലയത്തിൻ്റെ ഡോമിനെ അലങ്കരിച്ചിരിക്കുന്നത്. അൾത്താരയുടെ മുകൾ ഭാഗം ഉണ്ടല്ലേ, എത്ര മനോഹരമാണെന്നുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ കാണാം. ഒക്കെ പ്രശസ്തരായവരുടെ പെയിൻറ്റിങ്ങുകളാണ്. 1063 തുടങ്ങി 1092 ഈ കത്തീഡ്രൽ പണി തീരുന്നത്. ബുഷെറ്റോ എന്ന് പറയുന്ന പ്രശസ്തനായ ആർക്കിടെക്റ്റായിരുന്നു ഇതിന് രൂപം നൽകിയത്. അപ്പോൾ കത്തീഡ്രലിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു, മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കണ്ടു. ഇനി നമുക്ക് പിസ ടവറിൻ്റെ കാഴ്ചകളിലേക്ക് നടക്കാം.